ബാംഗ്ലൂർ ട്രിപ്പ് പോവാണ്. എക്സ്പെൻസസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2500 രൂപയുടെ 2 പേർക്കുള്ള നോൺ AC സ്ലീപ്പർ ബസ്സിൽ കയറി. അവിടെ എത്തി 2 പേർക്ക് റൂം എടുത്തപ്പോൾ 600 റുപ്പീസാണ് ആയത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ചെത്തിയപ്പോൾ മസാല ദോശ കഴിച്ചു വെറും 60 രൂപയ്ക്ക്. നമ്മുടെ നാട്ടിൽ മസാല ദോശ എന്ന് പറയുമ്പോൾ 70-80 രൂപ വരെ ഉണ്ടാവും. എന്തായാലും ഈ സംഭവം അടിപൊളിയായിരുന്നു. ഇത്രയും വില കുറവിന് മസാല ദോശയും പിന്നെ കാപ്പിയും കഴിച്ചിട്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നെക്സസ് മാളിലെത്തിയിരിക്കുകയാണ് കൊരമംഗലം ഉള്ളത്. KFC കയറി ലാർജ് പോപ്കോൺ ആണ് ഓർഡർ ചെയ്തത്. 240 റുപ്പീസിൻ്റെ. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രയും വർത്താന്നൊന്നും പറയാൻ പറ്റില്ല. KFC ആയതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാംഗ്ലൂരിൽ PVR എന്ന് പറയുമ്പോൾ 300 to 400 വരും റേറ്റ്. ഒരു 2 മണിയായപ്പോൾ മാഗ്ന ഫുഡ്സിൽ നിന്ന് നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കാമെന്ന് വെച്ച് കയറിയ 350 രൂപയാണ് ഈ സംഭവത്തിന് പറഞ്ഞത്. ഇതിനൊക്കെ ഇത്രയും റേറ്റ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര പുളിയും സ്പൈസിയും. പിന്നെ മലയാളി കടയാവാത്തതുകൊണ്ട് റിവ്യൂ പറഞ്ഞാൽ തല്ല് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ രീതി പറയണത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ടപ്പുറത്തുള്ള കോഫി കടയിൽ നിന്ന് ചായയും കോഫിയും 30 റുപ്പീസ്. കുറേ പബ്ബുകളും കുറേ ക്ലബ്ബുകളുള്ള സ്ഥലമാട്ടോ ബാംഗ്ലൂർ. നശിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. വേറൊരു പ്രത്യേകതയുണ്ട്, ആംബുലൻസിന് പോലും പുല്ല് വിലയാണ് ഇവിടെ. 65 രൂപയുടെ മസാല ദോശ കഴിച്ചിട്ട് 1600 രൂപയുടെ ബസ്സിൽ തിരിച്ചു കയറി. ബൈ ബൈ.